മാടായിക്കാവ് റോഡ് നിർമ്മാണത്തിനായി മാടായിപ്പാറയിലെ പാറക്കുളത്തിലെ ജലം ഊറ്റുന്നുവെന്ന പരാതി. വേനൽക്കാലത്ത് നൂറുകണക്കിന് ജീവജാലങ്ങൾക്ക് ദാഹജലം നൽകുന്ന പാറക്കുളമാണ് വറ്റി വരളുന്നത്. ജൈവവൈവിധ്യ കേന്ദ്രമാണ് മാടായിപ്പാറ. മാടായിപ്പാറയിലെ നൂറുകണക്കിന് പക്ഷികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും ദാഹജലം നൽകുന്നത് ഇവിടുത്തെ ജലസ്രോതസ്സുകളാണ്. മാടായിക്കാവ് റോഡിന് സമീപത്തെ പാറക്കുളത്തിൽ നിന്നും വ്യാപകമായി ജലമെടുത്ത് റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. നമ്മുടെ റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് ഒരു 1 കോടി രൂപയുടെ മുകളിലുള്ള ഒരു പദ്ധതി അവിടെ വരുന്നുണ്ട്. അത് നമുക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. ആ റോഡിന് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടാണ് ഇവിടെ ഇപ്പോൾ ആ റോഡ് പണി പൂർത്തിയായി നടക്കാൻ തുടങ്ങുന്നത്. അതിനെതിരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിസ്ഥിതിയുടെ ഭാഗത്തു നിന്നുള്ള ഹൈക്കോടതിയുടെ സ്റ്റേ അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ഈ ഒരു പ്രവൃത്തി ഇവിടെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സങ്കടകരമായ ഒരു കാര്യം കണ്ടത്. കാരണം ആ പാറക്കുളത്തിലേക്ക്, അതായത് മാടായിക്കാവിലേക്ക് പോകുന്ന ഈ റോഡിൻ്റെ സൈഡിലുള്ള ഒരു പാറക്കുളം, അവിടെ പറ്റാതെ കിടക്കുന്ന ആ വെള്ളം ആ പാറക്കുളത്തിലേക്ക് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് മോട്ടർ വെച്ച് വെള്ളം വറ്റിച്ച് അത്യാവശ്യം അവിടെ നിന്ന് വെള്ളം എടുത്തിട്ടാണ് ഇപ്പോൾ ഈ റോഡ് പണിക്ക് പ്രവർത്തനം നടക്കുന്നത്. കണ്ടപ്പോൾ ഒരു ദയനീയമായ ഒരു അവസ്ഥ തോന്നി. കാരണം വികസനം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ്. പക്ഷേ നമുക്ക് കോടികളുടെ പദ്ധതികൾ നമുക്കുണ്ട്, അതിനുള്ള ഫണ്ട് നമുക്കുണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ഈ പദ്ധതി ചെയ്യുമ്പോൾ ഒരു 1-2 ടാങ്ക് വെള്ളം വരാനുള്ള ഒരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല. മാടായിക്കാവിലേക്ക് റോഡ് അത്യാവശ്യമാണ്. കോടികൾ ചിലവഴിച്ച് നിർമ്മിക്കുന്ന റോഡിന്റെ പ്രവൃത്തിക്ക് പാറക്കുളത്തിലെ വെള്ളം ഉപയോഗിക്കുന്നത് തടയണമെന്ന് പരിസ്ഥിതി പ്രവർത്തകരും ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.